നമസ്തേ കേണൽ. ഇന്ന് ഒരുപക്ഷെ 140 കോടി ജനങ്ങളും വലിയ സന്തോഷത്തിലാണ് ഈ വാർത്ത കേട്ടത്. തിരിച്ചടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അതേസമയം ഏറെ പക്വമായ ഒരു തിരിച്ചടിയാണ് ഭാരതത്തിന് നൽകാൻ കഴിഞ്ഞത് എന്ന വിലയിരുത്തലുമുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ തിരിച്ചടിയെ വിശേഷിപ്പിക്കാൻ കഴിയുക? എത്രത്തോളം കരുതലോടെയാണ് കൃത്യമായി ഇടങ്ങൾ കണ്ടെത്തി ഭാരതം തിരിച്ചടി നൽകിയത്? വളരെ കൃത്യമായ ഒരു തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു ഭാരതീയൻ എന്നുള്ള നിലയ്ക്കും ഒരു പൂർവ്വ സൈനികൻ എന്നുള്ള നിലയ്ക്കും ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്നത്തെ സുപ്രഭാതത്തിൽ നമ്മൾ എണീറ്റത് ഈ ഒരു നല്ല വിശേഷം അറിഞ്ഞുകൊണ്ടാണ്. ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂരം, ആ പേരിന് തന്നെ അതിലൊരു കാവ്യനീതിയുണ്ട്. ഈ സിന്ദൂരം പാകിസ്ഥാനിൽ എവിടെയൊക്കെയോ ടെറർ ക്യാമ്പ്സ് ഉണ്ടോ അവിടെയെല്ലാം വിതരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇതൊരു രാജ്യതന്ത്രജ്ഞതയുടെ ഗവേണൻസിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായിട്ട് ഞാൻ ഈ ആക്ഷനെ കാണുന്നു. പാകിസ്ഥാൻ്റെ ലേക്ക് കടന്നു കയറാതെ, പാകിസ്ഥാൻ എയർ സ്പേസ് വയലേറ്റ് ചെയ്യാതെ എവിടെയൊക്കെ ടെറർ ക്യാമ്പ്സ് ഉണ്ടോ അവിടെ ആക്രമിക്കുക എന്നൊരു തന്ത്രവും അത് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിരുന്നു പാകിസ്ഥാൻ ബോർഡർ ഏരിയാസ് എന്നുള്ള ടെറർ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ പിൻവലിച്ചിരുന്നു എന്നുള്ളത്. അവരൊരുപക്ഷെ കരുതി കാണും അതുകൊണ്ട് സംഗതി നേരെയായി എന്നുള്ളത്. പുറകോട്ട് എവിടെ പോയി ഒളിച്ചിരുന്നാലും അവരെ കണ്ടുപിടിക്കും, അവർക്ക് വേണ്ട തക്കതായ തിരിച്ചടി കിട്ടും എന്നുള്ളൊരു സന്ദേശമാണ് ഭാരതം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പാകിസ്ഥാന് ഇത് വേറൊരു ഗംഭീരമായ തിരിച്ചടി കൂടിയാണ്. അവർ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരിക്കുക നമ്മുടെ സൈന്യം പാക് മണ്ണിലേക്ക് കടക്കുമെന്നും പാക് എയർ സ്പേസിലേക്ക് കടക്കുമെന്നും അവർക്ക് അത് മൂലധനമാക്കി പിന്നീടുള്ള പ്രയാണത്തിൽ അത് സൗകര്യമാക്കാമെന്നൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു വല്ലാത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നത്. അവർ തീരെ പ്രതീക്ഷിച്ചിരിക്കാൻ വഴിയില്ല ഇത്തരമൊരു തിരിച്ചടി. ഇത് ഒരു ഭാരതീയൻ എന്ന നിലയിൽ, ഒരു നാഗരികൻ എന്ന നിലയിൽ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ വാർത്ത ശ്രവിച്ചത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആകെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതേസമയം അവരുടെ സൈനിക മേധാവി വിശ്വാസത്തിലെടുക്കാത്ത ജനങ്ങളെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇന്ത്യ ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ വരുന്ന ഒരു പാകിസ്ഥാനെ കൂടിയാണ് നമ്മൾ കാണുന്നത്. അതാണ് ഒരു പക്ഷേ ഇപ്പോഴും നടന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആകെ ഭ്രാന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന പാകിസ്ഥാൻ എന്ന നമ്മുടെ അയൽ രാജ്യം. പക്ഷെ നമുക്കതിന് കഴിയുകയില്ലല്ലോ. കൃത്യമായ നിലപാടുകൾ എടുത്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഈ പാകിസ്ഥാൻ പിന്നീടും ഈ ഭീകരാക്രമണത്തിന് ശേഷവും തുടർച്ചയായി അതിർത്തിയിൽ പ്രകോപനവുമായി വരുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു യുദ്ധത്തിലേക്ക് പോകുക എന്നുള്ളത് കരുതിക്കൂട്ടി തന്നെ വന്നതാണെന്ന് കരുതണോ, അതോ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ളൊരു നിലപാടായാണോ ഇതിനെ കാണേണ്ടത്? പാകിസ്ഥാൻ സൈന്യം എപ്പോഴൊക്കെ അവർക്ക് ഒരു നിലനിൽപ്പിനെ കുറിച്ചൊരു ഭീതി എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ, എപ്പോഴൊക്കെ അവരുടെ രാജ്യത്തിൻ്റെ ഭരണത്തിലുള്ള പിടി അയഞ്ഞു പോകുന്നുവെന്ന് തോന്നുമ്പോൾ അവർ കാലാകാലങ്ങളിലായിട്ട് എടുത്തു വരുന്നൊരു നിലപാട് തന്നെയാണ് നമ്മളെപ്പോഴും കണ്ടത്. ഈ ഒരു പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ അവർക്ക് വളരെയധികം ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് വേണം കരുതാൻ. ഒന്ന്, ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് വധിക്കുക വഴി ഇവിടെ ഒന്നുമില്ലെങ്കിൽ കാശ്മീരിലെങ്കിലും ഒരു കലാപം പൊട്ടിപ്പുറപ്പെടും, ബാക്കിയുള്ള ഇന്ത്യയിൽ മുഴുവൻ കലാപം പൊട്ടിപ്പുറപ്പെടും എന്നൊക്കെ ഒരുപക്ഷെ അവർ സ്വപ്നം കണ്ടിരിക്കാം. അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടി എന്താണെന്ന് വെച്ചാൽ അത് കാശ്മീരിൽ തന്നെ പൊതുജനം അവരെ ഒറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഈ ഭീകരാക്രമണത്തെ അപലപിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാശ്മീരിലെ ജനങ്ങൾ ഒന്നടങ്കം, അവരുടെ രാഷ്ട്രീയ കക്ഷികൾ ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് ഈ ഒരു ഭീകരാക്രമണത്തെ അപലപിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഭാരതത്തിലുടനീളം എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാമെന്ന് അവർ കരുതിയിരുന്നെങ്കിൽ അതും ഒരു വൃഥാവിലുള്ള ഒരു സ്വപ്നം മാത്രമായി മാറി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ സംഗതി.
ഇനി അവർ ഇതുകൊണ്ട് അവർ ഒരുപക്ഷെ വിചാരിച്ചിരുന്നത് ഭാരതം ഉടനെ തിരിച്ചടിക്കും, അവരുടെ ട്രാപ്പിൽ വീഴും, അവർ ചെയ്യുന്ന പോലെ അവരുടെ ആഗ്രഹപ്രകാരം നമ്മളൊരു യുദ്ധത്തിലേക്ക് പോകും, ആ യുദ്ധത്തിൽ ആണവ ഉപയോഗം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ഭീതികരമായ അന്തരീക്ഷം സൃഷ്ടിച്ച് ലോകരാഷ്ട്രങ്ങളെ ഇതിൽ ഇടപെടുത്താം എന്നൊക്കെ ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. ഇതൊന്നും നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ട് എന്ത് അവർ നേടിയെന്ന് ചോദിച്ചാൽ ഒന്നും നേടിയിട്ടില്ല. അവർ പരിഹാസ്യരായി ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. പാക് സൈന്യം എപ്പോഴത്തെയും പോലെ കാർഗിൽ ചെയ്തതുപോലെ, പുൽവാമയിൽ ചെയ്തതുപോലെ, ബോംബെയിൽ ചെയ്ത പോലെ വീണ്ടും ഒരു മണ്ടത്തരം കാണിച്ചിരിക്കുന്നു. പാക് സൈന്യത്തിന് പാക് രാഷ്ട്രത്തിൽ ഉള്ള ആ ഒരു പിടിപാട് ഇതോടെ ഇല്ലാതാകും എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, എന്ത് പ്രകോപനമുണ്ടായാലും ഭാരതം ഒരു യുദ്ധത്തിൻ്റെ വക്കിലേക്ക് പോകരുത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നമുക്ക് ഞാൻ അതിലേക്ക് വരികയായിരുന്നു. അതായത് ഇപ്പോൾ ഈ ഒരു തിരിച്ചടി നമ്മൾ നൽകിയത് നമ്മുടെ 26 നിഷ്കളങ്കരുടെ, നിരപരാധികളുടെ, അത് മതത്തിൻ്റെ പേരിൽ എടുത്ത ജീവൻ, അതിന് പകരം ചോദിക്കുകയാണ് ചെയ്തത്, അതിനൊരു തിരിച്ചടി നൽകുകയാണ് ചെയ്തത്, ഒരു സൂചന നൽകുകയാണ് ഭാരതം ചെയ്തിരിക്കുന്നത്. പക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും എപ്പോഴും ഉണ്ടായിട്ടുള്ള നിലപാടുകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭ്രാന്തമായ നിലപാടുകളാണ്. അവരെങ്ങനെ പ്രതികരിക്കും എന്ന കാര്യത്തിൽ ഒരുപക്ഷെ ആർക്കും പ്രവചിക്കാനാവാത്തൊരു സാഹചര്യം. പക്വമായൊരു തീരുമാനം അവരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആഗോള ശക്തിയെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ഈ സമയത്ത് പക്വമല്ലാത്ത നിലപാടുകളിലേക്ക് പോകാൻ നമുക്ക് കഴിയുകയുമില്ല. എന്ന് മാത്രമല്ല, പാവപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ സാധാരണക്കാരുടെയോ ജീവനെടുത്തുകൊണ്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല, ഭാരതം ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഒരു പക്ഷേ ഈ ആദ്യ തിരിച്ചടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകോപനങ്ങളെ അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും? എങ്ങനെ നമുക്കത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയും? ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, നമ്മുടെ ഭരണാധികാരികളുടെ, പ്രധാനമന്ത്രിയുടെ രാജ്യതന്ത്രജ്ഞതയാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംയമനം പാലിച്ചുകൊണ്ട് പ്രകോപനങ്ങളെ അതിജീവിക്കുക എന്നൊരു തന്ത്രം തന്നെയാണ് ഇവിടെ പയറ്റിയിരിക്കുന്നത്. പാകിസ്ഥാൻ എന്തു പ്രതീക്ഷിച്ചോ അത് നമ്മൾ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ടും അതേ ഒരു നയം തന്നെ തുടരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നമുക്ക് പാകിസ്ഥാനോട് യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. അവിടെ അവരുടെ ആൾക്കാർ തന്നെ ബലൂചിസ്ഥാനിലായാലും താലിബാനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലായാലും അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലായാലും POKയിലും തന്നെ അവിടെ കലാപങ്ങൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി അങ്ങോട്ട് അത് ആളിക്കത്തുക തന്നെ ചെയ്യും. അത് കത്തിക്കാൻ വേണ്ട സഹായം മാത്രം നമ്മൾ ചെയ്താൽ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഓപ്പറേഷൻ നമ്മൾ ഈ ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടി എന്ന് വിശേഷിപ്പിക്കുമ്പോഴും നേതാക്കളെല്ലാവരും പറയുന്നത്, സാധാരണ ജനങ്ങൾ പോലും പറയുന്നത്, സൈന്യം പറയുന്നത് ഇതൊരു നീതി നടപ്പാക്കലാണ്, നീതി നേടിയെടുക്കലാണ്. അവിടെ പഹൽഗാമിൽ ആണുങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ച് അവരുടെ മതം ചോദിച്ച് അവരെ കൊന്നു വീഴ്ത്തുമ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളോട് പറഞ്ഞിരുന്നു, നിങ്ങളെ ബാക്കി വയ്ക്കുന്നത് നിങ്ങളുടെ സർക്കാരിനോട് പോയി പറയൂ ഇവിടെ ഇങ്ങനെ നടന്ന കാര്യം എന്നാണ്. സർക്കാർ അത് കേൾക്കുകയും അവരുടെ മാഞ്ഞുപോയ സിന്ദൂരത്തിന് പകരം ചോദിക്കുകയും ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട നീതി നടപ്പിലാക്കി കൊടുത്തിരിക്കുന്നു എന്ന കാര്യം. ഒരുപക്ഷെ അവരൊക്കെ തന്നെയും പ്രതികരിച്ചത് തന്നെയാണ്, ഞങ്ങൾക്ക് നീതി ലഭിച്ചിരിക്കുന്നു എന്ന വികാരമാണ് അവർ പങ്കുവച്ചത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാക്കുപോലും സത്യത്തിൽ അവർക്കുള്ള ശക്തമായ ഒരു താക്കീതല്ലേ? തീർച്ചയായും അതിൻ്റെ ആ ഓപ്പറേഷൻ സിന്ദൂരം എന്ന ആ വാക്കിൻ്റെ പ്രയോഗം തന്നെ വളരെ ഗംഭീരമായിരിക്കുന്നു. ആരാണ് ആ നാമകരണം ഈ ഓപ്പറേഷന് ചെയ്തത് എന്ന് നമ്മൾ അറിയാനിടയില്ല. പക്ഷെ ആരായാലും തന്നെ അവരെ വളരെയധികം അങ്ങേയറ്റം പ്രശംസിക്കാതെ ശ്ലാഘിക്കാതെ നിവൃത്തിയില്ല. കാരണം ആ ഒരു ഓപ്പറേഷൻ്റെ പേരിൽ തന്നെ അടങ്ങിയിരിക്കുന്നു പാകിസ്ഥാനുള്ള സന്ദേശം, നമ്മുടെ നാട്ടുകാർക്കുള്ള സന്ദേശം കൂടെ. ഇതിൽ കൂടെ ഒരു കാവ്യനീതിയാണ് നടപ്പാക്കപ്പെട്ടിരിക്കുന്നത്. കാവ്യനീതി എന്ന് ഞാൻ പറയാൻ കാരണം, ഒരു
ഭീകരരെ വെച്ചുകൊണ്ടുള്ള കളിയിൽ ആ കളിയിൽ പാകിസ്ഥാൻ തന്നെ ഇല്ലാതാകുന്ന ഒരു കാഴ്ച വരും ദിനങ്ങളിൽ നമ്മൾ കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൈന്യത്തിന് ആ രാജ്യത്തെ ഉള്ള കൺട്രോൾ പോകുന്നത് തുടങ്ങി ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുകയും അതിനെ തുടർന്ന് പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ചിഹ്നം ഭിന്നമായി പോകുന്ന കാഴ്ചയും കൂടെ നമ്മൾ ഇനി ഈ വരുന്ന ദിവസങ്ങളിൽ കാണാനിടയാകും. നമ്മൾ ഇതിൽ കൂടുതലൊന്നും തൽക്കാലം പ്രതികരിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ബോൾ അവരുടെ കോർട്ടിലാണ്, അവർ കളിക്കട്ടെ, എന്നിട്ട് അടുത്ത തീരുമാനം എടുക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ് സെക്യൂരിറ്റിയുടെയൊക്കെ ശേഷം ഞാൻ തീരുമാനങ്ങളെല്ലാം സൈന്യത്തിന് വിട്ടിരിക്കുന്നു, സൈന്യത്തിന് തോന്നിയതുപോലെ തിരിച്ചടിക്കാം എന്ന് പറഞ്ഞെങ്കിലും ആ പറച്ചിലൂടെ പല സന്ദേശങ്ങളും അദ്ദേഹം നൽകിയിരുന്നു. ഒന്ന്, സൈന്യത്തിൽ അർപ്പിച്ച വിശ്വാസം, അത് സൈന്യം വളരെ കൃത്യമായിട്ട് ആ ഓപ്പറേഷൻ്റെ പേര് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായ സംഗീതമാണ്. അതുമാത്രമല്ല, എനിക്കെടുത്തു പറയേണ്ടതായിട്ട് തോന്നുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ പക്വത, നമ്മുടെ ഭരണാധികാരികളുടെ രാജ്യതന്ത്രജ്ഞത, അത് ശ്ലാഘിക്കാതെ നിവൃത്തിയില്ല, അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. വി ആർ ഇൻ സേഫ് ഹാൻഡ്സ്. അതാണ് ഏറ്റവും വലിയ മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു, ഇത് നമുക്ക് തിരിച്ച് അവരെന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ, ബോൾ അവരുടെ കോർട്ടിലാണ് എന്ന്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമാണ്, ഏറ്റവും ഭ്രാന്തമായി പോലും പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അവരെന്ത് ചെയ്യുമെന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് അത് എത്രത്തോളം അങ്ങനെ വെറുതെ നോക്കിയിരിക്കാൻ കഴിയുമെന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട്. യുദ്ധത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് താങ്കൾ പറയുന്നു, അത് ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ, ഒരു രാഷ്ട്രവും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം. പക്ഷേ പാകിസ്ഥാൻ എടുക്കുന്ന നിലപാടുകളോടുള്ള, തുടർച്ചയായി എടുക്കുന്ന നിലപാടുകളോട് ഇനി എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. ഏതായാലും സൈന്യത്തെ പിൻവലിച്ചിട്ടില്ല എന്നുള്ളതും സേന സജ്ജമായി നിൽക്കുന്നു എന്നുള്ളതും എന്തെങ്കിലും ഒരു നടപടി ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് ശക്തമായിരിക്കും തിരിച്ചടി എന്ന സന്ദേശം നൽകുന്നത് തന്നെയല്ലേ എന്ന് മാത്രമല്ല, ഈ വിമാനത്താവളങ്ങൾ അടയ്ക്കുകയും സ്കൂളുകൾക്കും മറ്റും അവധി, ജമ്മു കാശ്മീരിലെ സ്കൂളുകൾക്കും മറ്റും അവധി കൊടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന സാഹചര്യവും വിരൽ ചൂണ്ടുന്നത് അതിലേക്ക് തന്നെയല്ലേ? നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന് മുമ്പിൽ ഇന്ന് വളരെയധികം ഓപ്ഷനുകളാണുള്ളത്. പാകിസ്ഥാന് മുമ്പിൽ ഓപ്ഷൻസ് ഇല്ല. അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ അവരുടെ സ്വയം കൃതാനാർത്ഥം ഒരു മൂലയിൽ കൊണ്ടുപോയി ഒരു ബോക്സിംഗ് റിങ്ങിനെ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആ ബോക്സിംഗ് റിങ്ങിൻ്റെ മൂലയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഓപ്ഷൻസ് എല്ലാം ഇപ്പോൾ നമ്മുടെ കയ്യിലാണ്. നമ്മൾ ഈ അവസരത്തിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അതോടൊപ്പം ഇത് ഓവേർട്ട് ഓപ്പറേഷൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കോവേർട്ട് ഓപ്പറേഷൻസ് നിരന്തരം നടക്കണം. പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകണം. അതിലെവിടെയൊക്കെ നമുക്ക് സഹായിക്കാമോ നമ്മൾ സഹായിക്കണം. ബലൂചിസ്ഥാൻ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യണം. താലിബാൻ പാകിസ്ഥാനെ ആക്രമിക്കണം. POKയിൽ ലിബറേഷൻ സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ മുമ്പിൽ എത്രയധികം ഓപ്ഷൻസാണുള്ളത്. നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്? നമ്മൾ ഇരുന്ന് കാഴ്ച കാണുകയാണ് വേണ്ടത്. കളി അവിടെ നടക്കട്ടെ, ഇവിടെയല്ല. യുദ്ധത്തിലൂടെയല്ല നമ്മൾ മറുപടി കൊടുക്കേണ്ടത്. മറുപടി അത് തന്നെയായിരിക്കും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രതികരണം എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. കാരണം രാജ്യതന്ത്രജ്ഞതയാണ് നമ്മളിവിടെ കാണുന്നത്. വെറും ഇമോഷണൽ ഔട്ട്ബേഴ്സ് അല്ല, അല്ലെങ്കിൽ ഇമോഷണൽ റിയാക്ഷൻസ് അല്ല നമ്മൾ കാണുന്നത്. നീ ജേർക്ക് റിയാക്ഷൻസ് ഇവിടെ പാടില്ല. പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഭരണകർത്താക്കളും വിശ്വസിക്കുന്നത് എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ സംഭവങ്ങൾ ഞാൻ കാണുന്നത്. മറ്റൊന്ന്, നമ്മൾ ഇന്ന് ഉപയോഗിച്ച ആയുധങ്ങൾ, സ്കാൽപ് മിസൈലുകൾ, അതിനെക്കുറിച്ച് പറയാമോ ശ്രീ രാജു? ഹാമർ ബോംബുകൾ അതൊക്കെയാണ് ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചിരിക്കുന്നത്. റഫാൽ വിമാനങ്ങളും ഇതിൻ്റെ ഭാഗമായി എന്നുള്ളത്, 3 സേനകളും ഇന്ന് നടത്തിയ ആക്രമണത്തിൻ്റെ ഭാഗമായി എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി, ഈ ആക്രമണം തിരിച്ചടി നൽകിയതിൻ്റെ
വിശദാംശങ്ങൾ കൂടി ഈ സ്കാൽപ് മിസൈലുകളുടെ പ്രത്യേകതകൾ, ആ കാര്യങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കാമോ? വ്യക്തമായ വിവരം എൻ്റെ പക്കലില്ല. നമ്മുടെ സൈന്യം വളരെ കൃത്യമായി തിരിച്ചടിച്ചു. ആ തിരിച്ചടിക്കുമ്പോൾ പാക് ഭൂമിയിൽ ഒരിഞ്ചിൽ പോലും നമ്മൾ കടന്നിട്ടില്ല. നമ്മുടെ ഭൂമിയിൽ നിന്ന്, നമ്മുടെ പ്രദേശത്ത് നിന്ന് ആണ് നമ്മൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. പാക് എയർ സ്പേസ് പോലും നമ്മൾ വയലേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒരു പുതിയ തന്ത്രം തന്നെയായിട്ട് കാണേണ്ടിയിരിക്കുന്നു. നമ്മൾ അവരുടെ പ്രദേശത്ത് പ്രവേശിക്കുകയാണെങ്കിൽ അത് ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് വാർ. നമ്മൾ തന്നെ യുദ്ധം തുടങ്ങി വെച്ചു എന്നുള്ള നിഗമനത്തിൽ വേണം എത്താൻ. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. സൈന്യം വളരെ വ്യക്തമായിട്ട് അറിയാം, നമുക്കറിയാം, എല്ലാവർക്കും, ലോകരാഷ്ട്രങ്ങൾക്ക് അറിയാം ആക്രമണം നടന്നിട്ടുണ്ട്. എന്നാൽ ഭാരതം പ്രത്യക്ഷമായിട്ട് ഒരു യുദ്ധം വിളിച്ചു വരുത്തിയിട്ടില്ല. നമ്മുടെ പ്രദേശത്ത് നിന്ന് ഭീകരരുടെ സങ്കേതങ്ങളിലെ ആക്രമിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അത് ചെയ്യേണ്ടതാണ്, ചെയ്തിരിക്കുന്നു. പഹൽഗാം അതിനൊരു കാരണമായി എന്ന് മാത്രം. പാക് സൈന്യത്തിൻ്റെ മണ്ടത്തരങ്ങൾ, കാർഗിൽ കാണിച്ച പോലെ മണ്ടത്തരങ്ങളുടെ ഒരു നീണ്ട നിരയിൽ ഒന്നും കൂടെയായി പഹൽഗാം മാറുകയാണ്. ഒരു പക്ഷേ ഇതോടുകൂടി പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ലോക ഭൂപടത്തിൽ ഉണ്ടാകാൻ അല്ലെങ്കിൽ അവശേഷിക്കാൻ സാധ്യത കുറവായിട്ടാണ് ഞാൻ കാണുന്നത്.